ജീവിതം ചിലപ്പോൾ നമ്മെ പരീക്ഷിക്കുന്നത് വേദനയിലൂടെയാണ്. ഒരൊറ്റ രോഗനിർണയം ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകളെ പോലും നിശബ്ദമാക്കാൻ കഴിയും. പക്ഷേ പ്രതീക്ഷ അവസാനിക്കുന്നിടത്ത് ഒരു പുതിയ യാത്ര ആരംഭിക്കാം. ഓരോ ദിവസവും ഇവിടെ എത്തുന്നവർ ചികിത്സ മാത്രം തേടിയല്ല വരുന്നത്. അവർ അന്വേഷിക്കുന്നത് ജീവിതം വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കരുത്താണ്. അവരുടെ ആ യാത്രയിൽ 25 വർഷമായി വിശ്വാസത്തിന്റെ മറ്റൊരു പേരായി മാറിയിരിക്കുന്നു ലൂർദ് ആശുപത്രി. 2001 ഒരു ഡയാലിസിസ് യൂണിറ്റിന്റെ തുടക്കമല്ലായിരുന്നു അത്. നൂറുകണക്കിന് രോഗികൾക്ക് ജീവിതം തിരികെ നൽകാനുള്ള ഒരു പ്രതിജ്ഞയായിരുന്നു. ഭാവനാ സമ്പന്നമായ നേതൃത്വവും സമർപ്പിതരായ ഡോക്ടർമാരും അർപ്പണബോധമുള്ള നഴ്സുമാരും സാങ്കേതിക മികവുള്ള വിദഗ്ധരും ഒരുമിച്ചപ്പോൾ ഒരു പുതിയ ഡിപ്പാർട്ട്മെന്റ് അല്ല, ഒരു വിശ്വാസം ജനിച്ചു. ലൂർദ് ആശുപത്രിയിൽ ഡയാലിസിസ് വിഭാഗം ആരംഭിച്ചിട്ട് 25 വർഷമായിരിക്കുന്നു. വളരെ ലളിതമായ ഒരു രീതിയിൽ ആരംഭിച്ച ഈ യൂണിറ്റ് ഇപ്പോൾ സജീവമായി 30 കിടക്കകളോളമുള്ളതായി വളർന്നിരിക്കുകയാണ്. ഇത്രയും കാലം ഇതുവരെയും ഒരു രോഗിക്ക് പോലും ഹെപ്പറ്റൈറ്റിസ് C0 കൺവേർഷൻ ഇല്ല എന്നുള്ള വസ്തുത ഏറെ അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. ആധുനികമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ജീവനക്കാരുടെ അർപ്പണ മനോഭാവമാണ് ഈ ഒരു മികവിലേക്ക് ഞങ്ങൾക്ക് എത്തിക്കാൻ സാധിച്ചത്. ഇവിടെ ഓരോ ദിവസവും ആരംഭിക്കുന്നത് ഒരു ഷെഡ്യൂളോടെയല്ല, ഒരു ഉത്തരവാദിത്വത്തോടെയാണ്. ഓരോ രോഗിയും ഒരു കേസ് ഫയലല്ല, ഒരു ജീവിതമാണ്. ഓരോ ജീവിതത്തിനും ഏറ്റവും സുരക്ഷിതവും ഏറ്റവും മികച്ചതുമായ പരിചരണം നൽകുക, അതാണ് ഓരോ ദിവസത്തിന്റെയും ലക്ഷ്യം. ഡയാലിസിസ് ഒരു ചികിത്സ മാത്രമല്ല, ശാസ്ത്രീയമായ കൃത്യതയുടെ നിരന്തരമായ ഒരു പ്രക്രിയയാണ്. ഓരോ ചികിത്സയ്ക്ക് മുമ്പേ ഓരോ മെഷീനും ഓരോ ജലസാമ്പിളും ഓരോ സംവിധാനവും അന്താരാഷ്ട്ര നിലവാരങ്ങൾ അനുസരിച്ച് പരിശോധിക്കപ്പെടും. കാരണം രോഗി സുരക്ഷയിൽ വിട്ടുവീഴ്ചയ്ക്ക് ഇവിടെ സ്ഥാനമില്ല. ഡയാലിസിസ് ആരംഭിക്കുന്നതിന് മുന്നേ മെഷീന്റെ പ്രവർത്തനക്ഷമതയും ഡയാലിസിസിന് ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ ഗുണനിലവാരവും സുരക്ഷാ മാനദണ്ഡങ്ങളും കൃത്യമായി പരിശോധിക്കുന്നു. എല്ലാ കേസുകളും അന്താരാഷ്ട്ര പ്രോട്ടോകോൾ അനുസരിച്ചാണ് ചെയ്യുന്നത്. ഡയാലിസിസിന് വിധേയമാകുന്നവരുടെ സുരക്ഷയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. കാലത്തിനൊപ്പം സാങ്കേതിക വിദ്യ മാറി, പക്ഷേ ലൂർദിന്റെ ദൗത്യം മാറിയില്ല. ഇന്ന് ഹീമോ ഡയാലിസിസ് സംവിധാനങ്ങൾ, ICU രോഗികൾക്കായി പ്രത്യേക ഡയാലിസിസ് സേവനങ്ങൾ, ഓൺലൈൻ ഹീമോ ഡയാഫിൽട്രേഷൻ പോലുള്ള അത്യാധുനിക ചികിത്സാ സംവിധാനങ്ങൾ, പ്രതിമാസം 2000-ലധികം ഡയാലിസിസ് ചികിത്സകൾ, ഇവയെല്ലാം ഒരു ലക്ഷ്യത്തിനായി മാത്രം: രോഗികൾക്ക് കൂടുതൽ സുരക്ഷിതവും കൂടുതൽ മെച്ചപ്പെട്ടതുമായ ജീവിതം നൽകാൻ. തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഡയാലിസിസ് ചെയ്യുന്ന കാര്യമേ പേടിയായിരുന്നു. അപ്പോൾ ഇവിടുത്തെ സ്റ്റാഫ് ശ്രീലക്ഷ്മി എന്നോട് പറഞ്ഞ്, ആൻറ്റി റിലാക്സ് ആയി. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട്, അതുകൊണ്ട് പേടിച്ചിട്ടാണ് ഇങ്ങനെ വരണതെന്ന് പറഞ്ഞു. 2 വർഷം കഴിഞ്ഞ പിന്നെ എനിക്ക് ഡയാലിസിസിൻ്റെ സാധാരണ നിലയിലേക്കായി. ഇപ്പോൾ കുഴപ്പമില്ല. ഞങ്ങളുടെ സ്റ്റാഫൊക്കെ ആണെങ്കിലും നല്ല പെരുമാറ്റമാണ് എല്ലാവരും. നമുക്ക് എന്ത് കാര്യം, നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് അവരോട് പറയാം. ഡയാലിസിസിന്റെ ഓരോ വിജയകരമായ ചികിത്സയ്ക്കും പിന്നിൽ ഒരു ജീവധാരയുണ്ട്. ആ ജീവധാരയാണ് ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല അഥവാ AV ഫിസ്റ്റുല. രോഗിയുടെ സ്വന്തം രക്തക്കുഴലുകളെ ശസ്ത്രക്രിയയിലൂടെ ബന്ധിപ്പിച്ച് സൃഷ്ടിക്കുന്ന ഈ ലൈഫ് ലൈൻ ദീർഘകാല ഡയാലിസിസിന്റെ ഏറ്റവും സുരക്ഷിതവും വിശ്വാസ്യതയുമാർന്നതുമായ വാസ്കുലർ ആക്സിസ് ആണ്. ലൂർദ് ആശുപത്രിയിൽ വാസ്കുലർ സർജറി ടീമും നെഫ്രോളജി ടീമും ഡയാലിസിസ് ടീമും ഒരുമിച്ച് പ്രവർത്തിച്ച് AV ഫിസ്റ്റുലയുടെ സൃഷ്ടി, സംരക്ഷണം, നിരന്തരമായ വിലയിരുത്തൽ എന്നിവയിലൂടെ ഓരോ രോഗിയുടെയും ഡയാലിസിസ് യാത്ര കൂടുതൽ സുരക്ഷിതവും സുസ്ഥിരവുമാക്കുന്നു. ഡയാലിസിസ് രോഗികളുടെ ജീവനാഡിയാണ് AV ഫിസ്റ്റുല. ശരിയായ സമയത്ത് മികച്ച നിലവാരത്തിൽ ഫിസ്റ്റുല സൃഷ്ടിക്കുകയും അവയെ പ്രവർത്തനക്ഷമമായി ദീർഘകാലം നിലനിർത്തുകയും ചെയ്യുന്നത് ആണ് രോഗികളുടെ ചികിത്സാ വിജയത്തിൽ നിർണായകം. നെഫ്രോളജി ഡയാലിസിസ് ടീമിനോടൊപ്പം ചേർന്ന് ഓരോ രോഗിക്കും അനുയോജ്യമായ വാസ്കുലർ ആക്സസ് സൃഷ്ടിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഏതാണ്ട് 2 മാസം മുമ്പ് ഞാനിവിടെ ഡയാലിസിസിന് എത്തി. അപ്പം പതിവ് പോലെ ഡോക്ടർ പുന്നൂസ്
എന്നെ ചെക്ക് ചെയ്തു. അപ്പോൾ ഫിസ്റ്റിലേക്ക് എന്തോ ചെറിയൊരു തകരാറ്, ഒരു മാന്ദ്യം സംഭവിച്ചതായി കാണുകയുണ്ടായി. ഉടൻ തന്നെ ഡോക്ടർ കുന്നോസ് വാസ്കുലർ സർജനായ ഡോക്ടർ വിമലൈപ്പിനെ എൻ്റെ കേസ് റഫർ ചെയ്തു. അദ്ദേഹം ഉടൻ തന്നെ വളരെ കാര്യക്ഷമമായി ഈ കാര്യം കൈകാര്യം ചെയ്തു. എന്ന് പറഞ്ഞാൽ ആൻജിയോഗ്രാഫി അത് ചെയ്തു. അങ്ങനെ ക്ലോട്ട് കണ്ടെത്തി. ആ ക്ലോട്ട് കണ്ടെത്തിയതിന് ശേഷം ശസ്ത്രക്രിയ നടത്തി. ആ ക്ലോട്ടിന് ശേഷം നീക്കുകയാണ് ഉണ്ടായത്. വളരെ കാര്യക്ഷമമായി ചെയ്ത ഒരു ഓപ്പറേഷൻ. ഇവിടെ ഞാൻ 1 മിനിറ്റ് ആ ഓപ്പറേഷൻ തിയേറ്ററിനെ പറ്റി പറയാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്നുമല്ല, ഓപ്പറേഷൻ തിയേറ്ററിൽ സാധാരണ കയറുമ്പോൾ ഒരു പ്രത്യേക മാനസികാവസ്ഥയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചും ചെറുതായിട്ട് അതുണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ് അച്ഛ എന്നുള്ള ഒരു ശബ്ദം എൻ്റെ സമീപത്തേക്ക് അടുത്ത് വരുന്നതായിട്ട് എനിക്ക് തോന്നി. ആ ശബ്ദം തിരിച്ചറിയാൻ എനിക്ക് ഒട്ടും പ്രയാസമുണ്ടായിരുന്നില്ല. അത് ഡോക്ടർ വിമലയ്യപ്പിൻ്റേതായിരുന്നു. അവിടെ നിന്ന് എനിക്ക് ഒത്തിരി ഊർജം കിട്ടി. ആ ഊർജത്തോടുകൂടി ആണ് ഞാൻ ഓപ്പറേഷനെ ഫേസ് ചെയ്തത്. ലൂർദ് ആശുപത്രിയിൽ ഞങ്ങൾക്ക് 14 തിയേറ്ററുകളുണ്ട്, ഓപ്പറേഷൻ തിയേറ്ററുകൾ. ഒരു മാസം ശരാശരി 500 ഓപ്പറേഷൻ വരെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ പല സങ്കീർണമായ ഓപ്പറേഷൻസ് ചെയ്യാറുണ്ട്. അതിൽ ഈ വാസ്കുലർ സർജറിയിൽ ഉൾപ്പെടുന്നത് ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല, അതായത് AV ഫിസ്റ്റുല എന്ന് പറയുന്നത് ഡയാലിസിസ് ആവശ്യമായിട്ടുള്ള രോഗികൾക്ക് വേണ്ടിയുള്ള പ്രൊസീജിയറാണ്. അത് ഒന്നെങ്കിൽ അത് നമുക്ക് ലോക്കൽ അനസ്തീഷ്യ ചെയ്യാം. ചില സമയത്ത് പേഷ്യന്റ് ഹാർട്ടിന്റെ കണ്ടീഷൻ അത്ര നല്ലതല്ലെങ്കിൽ അങ്ങനത്തെ പേഷ്യൻസിന് ഞങ്ങൾ റീജിയണൽ അനസ്തീഷ്യ, അതായത് കയ്യിലോട്ട് പോകുന്ന നെർവ്സ് മാത്രം ബ്ലോക്ക് ചെയ്തിട്ട് പേഷ്യന്റിനെ വേദനയില്ലാതെ ചെയ്യാൻ നമുക്ക് അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. പിന്നെ ഉള്ള ഒരു കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയറാണ് വീനോപ്ലാസ്റ്റി. സ്ഥിരം ഡയാലിസിസ് ഒക്കെ എടുക്കുന്ന പേഷ്യൻസിന് അവരുടെ മെയിൻ വെയിൻസ് ഭയങ്കര സ്റ്റീനോസ്ഡ് ആയിരിക്കും, എന്ന് വെച്ചാൽ അത് ചുരുങ്ങിയിരിക്കുമായിരിക്കും. അപ്പൊ അതിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ പേഷ്യന്റിന്റെ മുഖം, കഴുത്ത്, ആ ഭാഗങ്ങളിലൊക്കെ വെയിൻസ് എല്ലാം കൂടെ വീർത്ത് പേഷ്യന്റ് ശ്വാസം മുട്ടലും പ്രയാസങ്ങളും ഉണ്ടാവും. അപ്പൊ അത് വാസ്കുലർ സർജന് ആ മെയിൻ വെസൽ നമ്മുടെ ചെസ്റ്റിനകത്ത്, നെഞ്ചിനകത്തൂടെയാണ് പോകുന്നത്. അത് പെയിൻഫുൾ പ്രൊസീജിയറാണ്. അപ്പൊ അങ്ങനത്തെ പേഷ്യൻസിന് നമ്മൾ അനസ്തെറ്റിസ്റ്റ്, ജനറൽ അനസ്തീഷ്യ അല്ലെങ്കിൽ മോണിറ്റേർഡ് അനസ്തീഷ്യ കെയർ, അതായത് മാക് എന്ന് പറയും, ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 24 മണിക്കൂറും അതിനുള്ള സൗകര്യം ലൂർദ് ആശുപത്രിയിൽ ലഭ്യമാണ്. വൃക്കമാറ്റ ശസ്ത്രക്രിയ ഒരു ശസ്ത്രക്രിയ മാത്രമല്ല, ഒരു കുടുംബത്തിന്റെ കാത്തിരിപ്പും ഒരു ദാതാവിന്റെ മഹത്തായ തീരുമാനവും പല വിദഗ്ധരുടെ അറിവും ഒന്നിച്ചു ചേരുന്ന അതുല്യമായൊരു ജീവിതയാത്രയാണ് അത്. വിജയകരമായ ഒരു വൃക്കമാറ്റ ശസ്ത്രക്രിയ ഒരാളുടെ മാത്രം നേട്ടമല്ല. നെഫ്രോളജി, ന്യൂറോളജി, വാസ്കുലർ സർജറി, അനസ്തീഷ്യ, നഴ്സിംഗ്, ട്രാൻസ്പ്ലാന്റ് കോർഡിനേഷൻ തുടങ്ങി വിവിധ വിഭാഗങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് രോഗിക്ക് ഏറ്റവും സുരക്ഷിതവും മികച്ചതുമായ ഫലം ഉറപ്പാക്കാൻ കഴിയുന്നത്. ലൂർദ് ആശുപത്രിയുടെ കരുതൽ ആശുപത്രിയുടെ ചുവരുകൾക്കുള്ളിൽ അവസാനിക്കുന്നില്ല. ക്രിസ്തുജയന്തി ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിലൂടെയും റോട്ടറി ക്യാൻക്വയർ ലൂർദ് ഡയാലിസിസ് സെന്ററിന് സാങ്കേതിക പിന്തുണയും ക്ലിനിക്കൽ മേൽനോട്ടവും നൽകി കൂടുതൽ രോഗികൾക്ക് അവരുടെ വീടിനടുത്ത് തന്നെ സുരക്ഷിതവും ഗുണമേന്മയുള്ളതുമായ ഡയാലിസിസ് സേവനം ഉറപ്പാക്കുകയാണ് ലൂർദ്. സാമ്പത്തിക പരിമിതികൾ ചികിത്സയ്ക്ക് തടസ്സമാകരുത് എന്ന വിശ്വാസത്തോടെ നിരവധി ജീവകാരുണ്യ സംഘടനകളുടെ സഹകരണത്തോടെ ആയിരക്കണക്കിന് രോഗികൾക്ക് ജീവൻ നിലനിർത്തുന്ന ഡയാലിസിസ് ചികിത്സ കൂടുതൽ പ്രാപ്യമാക്കാൻ ലൂർദ് ആശുപത്രിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ഡോക്ടർമാരുടെ സർവീസുകളെല്ലാം നല്ല ഇതായ കാരണം ആണ് ഞാൻ ഈ ലൂർദിൽ തന്നെ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇവിടെ തന്നെ എൻ്റെ ഫസ്റ്റ് ചെയ്തത് തൊടയുടെ ഭാഗത്തായിരുന്നു ഇത് പിടിപ്പിച്ചിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ചെസ്റ്റിൻ്റെ ഭാഗത്ത് കത്രിഡൽ, പെർമനൻറ്റ് കത്രിഡൽ പിടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ഫിസ്റ്റുല കയ്യിൽ പിടിപ്പിച്ചിട്ടുണ്ട്. ഫിസ്റ്റുല ചെയ്തതൊക്കെ നല്ല വൃത്തിയായി ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോൾ അതിൽ വലിയ ഇതൊന്നുമില്ല. പിന്നെ വേദനകളുള്ള ഒരു അസുഖമല്ല ഇത്. ഇപ്പോൾ നമ്മൾക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രോഗിയാണ് എന്നുള്ള ഒരു
ഇത് വേണ്ട. നമ്മൾ ടെൻഷൻ അടിക്കാതെ നമ്മളുടെ ലൈഫ് എപ്പോഴും നല്ല ഇത് എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, കിഡ്നി രോഗം വന്നു കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് മരിക്കുമെന്ന അങ്ങനെയാണ്. അതൊന്നുമില്ല. ഞാനിവിടെ വരുമ്പോൾ 5 ബെഡിലുള്ള ഒരു റൂമാണ് ഡയാലിസിസ് റൂം. അതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ CAPD എന്ന് പറഞ്ഞ ഒരു റൂമിൽ 4 ബെഡ്, ഇപ്പം 30 ബെഡോളമായിട്ടുണ്ട് ഈ ആശുപത്രിയിൽ. 25 വർഷങ്ങളുടെ വിശ്വാസം ഇനിയും അനേകം ജീവിതങ്ങൾക്കായി. ഹീലിംഗ് ലൈഫ്സ്, restoring hope, serving humanity. Lourdes Dialysis Services and Renal Transplant Center.